അച്ഛാ അച്ഛാ വീടെത്തി. ആ ഇതെന്താ മഴ പെയ്തോ? ആ നല്ല മഴയായിരുന്നു. അച്ഛൻ നല്ല ഉറക്കായിരുന്നല്ലേ? ആ ഞാനൊന്ന് മയങ്ങിപ്പോയി. ഇതാ ചാവി. കഴിഞ്ഞ ആഴ്ച 2 പണിക്കാർ വന്നു, വീടും പരിസരമൊക്കെ മൊത്തം വൃത്തിയാക്കി. ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ആ ശരി. എന്താ അച്ഛൻ ഇറങ്ങുന്നില്ലേ? മോനെ നീ അച്ഛനും അമ്മയും കൂട്ടി ഒരു ദിവസം വായോ. ഞാൻ പറയാം, അവരെന്തായാലും വരും. ശരി. പതിനാല് ദിവസത്തെ ലീവിനാ നമ്മളോട് വന്നത്, അത് ഓർമ്മ വേണം. അതിനെന്താ നമ്മൾ റിട്ടേൺ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടില്ലേ വന്നിട്ടുള്ളത്? അതല്ല, ഓൾഡ് ഏജ് ഹോമിന്റെ കാര്യത്തിലെ ഒരു തീരുമാനം എടുക്കണം, പെട്ടെന്ന് വേണം. നമ്മൾ പ്ലാൻ ചെയ്ത ടീമിനെ കുറിച്ച് മോശം അഭിപ്രായം, വേറെ അന്വേഷിക്കേണ്ടി വരും. അതാ ഞാൻ പറഞ്ഞത്, ലീവ് പെട്ടെന്ന് തീരും, 2 ദിവസത്തിനകം തീരുമാനം എടുക്കണം. നീ ചെന്ന് അച്ഛന് കാപ്പി കൊടുക്ക്, പാവം കുറച്ച് ദിവസമല്ലേ നമ്മളെ കൂടെ ഉണ്ടാവുള്ളൂ. അതാ ആകെയുള്ളൊരു ആശ്വാസം. അച്ഛനെന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല. അച്ഛനൊന്ന് പോയി കിടന്നോളൂ, ബാഗ് അവിടെ വെച്ചിട്ടുണ്ട്. ഓ ഇജ്ജ് മുട്ടടിച്ചോ? എനിക്ക് ചവനത്തിലൊന്നും വലിയ വിശ്വാസമില്ല കേട്ടോ. അടിച്ചോ? ഓ ഓളൊരു നാണം കുളുങ്ങല്. ആളില്ലേ ഇവിടെ? അച്ഛവിടെ ഉണ്ട്. സേതുട്ട് എപ്പോഴാന്ന്? ഇന്നലെ മോളെ വന്നത്. അച്ഛാ, അച്ഛന്റെ ചങ്ക് പ്രാത വന്നിക്കണേ. ഈ ആളൊരു കേമത്തിയാണല്ലോ. ആ ആരിത് സേതുവാ? ഇരിക്കി. കൊറേ നാളായി നിന്നെ കണ്ടിട്ട്, ഒന്ന് കാണാൻ വന്നതാ. എന്തൊക്കെ എന്റെ വിശേഷങ്ങള്? ദുബായിൽ സ്ഥിരം സംസാരിക്കാ ഒക്കെ പറയ്. ദുബായിലെ കാര്യമൊന്നും പറയണ്ട. അവരെ കുട്ടികളെ നോക്കാൻ വേണ്ടി കൊണ്ടായത് തന്നെ. ഇപ്പൊ കുട്ടികളൊക്കെ വലുതായപ്പോ എൻ്റെ ആവശ്യമില്ല. എത്ര കാലായി എന്നെ കണ്ടിട്ട്? അപ്പഞ്ഞ് ദുബായി പോക്കൊന്നും ഇല്ലല്ലേ? ഓ ദുബായി ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നാട്ടിൽ കൂടാൻ തീരുമാനിച്ചു. ശേഷിച്ച കാലം നാട്ടിൽ തന്നെ ആവാം. അതെന്തായാലും നന്നായി. നമുക്കിനി ഇവിടെ അടിച്ചു പൊളിക്കാന്ന്. കൊച്ചു കുട്ടികളെന്ന വിചാരം. എന്താ അത്ര സംശയം? ഞങ്ങൾ കുട്ടികൾ തന്നെ. വയസ്സാവെന്ന് വെച്ചാ കുട്ടികളാന്നർത്ഥം.
കുടിച്ചൂടെ? എന്താ നോക്കിയിരിക്കണ്? ഞാനേ പുറത്തൊന്ന് പോയി വരാം, കുറച്ച് പേരെ കാണാണ്ട്. നമുക്ക് വൈകിട്ട് കാണാം. ഓ പഴയ കഥകൾ ഒരുപാട് പറയാണ്ട്. ആയിക്കോട്ടെ, ശരി എന്നാ. ആ എന്താ മക്കളെ, എന്താ ഒരു മര്യാദ ഒക്കെ വേണ്ട മക്കളെ. ഇതാര്? സേതോട്ടനോ? ആ കാണാറിനോ? എപ്പോഴാ വന്നേ? ഇന്നലെ വന്നത്. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. കുപ്പി കൊടുക്കുന്നുണ്ടോ? പിന്നെ അതൊക്കെ ഉണ്ടെന്നേ, അതൊക്കെ നമുക്ക് ശരിയാക്കാന്നേ. എവിടെ പണി? ആ കുമാരേട്ടൻ അവിടെ തെങ്ങിന് തടം കൊടുക്കുക. അതല്ലേ? ആ. അത് നടക്കട്ടെ. ആ. നമുക്ക് വൈകിട്ട് കാണാം കേട്ടോ. കാണണം. ഇല്ലേ, കാണണ്ടേ? നല്ല കാര്യം. അപ്പൊ ശരി. ശരി. ഓ. സുമിത്രേ, ആ സേതുവേട്ടനോ? സേതുവേട്ടൻ എപ്പോഴാ വന്നേ? ഇന്നലെ വന്നത്. എന്താ നിന്റെ വിശേഷം? കണ്ടിട്ട് ഒരുപാട് നാളായല്ലോ. സുഖം തന്നെ, ഇങ്ങനെയൊക്കെ പോകുന്നു. നിന്നൊന്ന് കാണണമെന്ന് വല്ലാതെ ആഗ്രഹിച്ചിരുന്നു ഞാൻ. ഞാനും പ്രാർത്ഥിച്ചിരുന്നു, ദൂരെ നിന്നെങ്കിലും ഒന്ന് കണ്ടാ മതിയെന്ന്. എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. അല്ല, നീ ഇപ്പൊ എവിടെ താമസം? ഞാൻ ചേച്ചിയുടെ മോളുടെ കൂടെ താമസം. ഓഹോ. വിജയേട്ടന്റെ മരണശേഷം അവിടെ അടച്ചുപൂട്ടി ഞാൻ ഇങ്ങോട്ട് പോന്നു. അപ്പൊ മക്കളൊക്കെ? രണ്ടുപേരും കാനഡയിലാണ്. ഇടയ്ക്കൊക്കെ വിളിക്കും, അത്ര തന്നെ. ഓ. ആ എന്താ നിങ്ങളുടെ വിശേഷം? എൻ്റെ വിശേഷം പറയുകയാണെങ്കിൽ കുറേ പറയാനുണ്ട്. ഒക്കെ പറയാം. പണ്ട് നമ്മൾ സ്കൂളിൽ പോയിരുന്ന വഴികളാണ് ഇതൊക്കെ. ഇതൊക്കെ ഓർക്കാറുണ്ടോ? ഓർക്കുന്നുണ്ട്, എങ്ങനെ മറക്കാനാ? ഒന്നും മറന്നിട്ടില്ല. എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുന്നു. ഞാൻ പോട്ടെ, അവൾക്ക് ജോലിക്ക് പോകാറായി. കാണാം. ആ കാണാം. ഇന്നിപ്പോ ചായ സേതുവിന്റെ വകയാണ്. എല്ലാവരും എന്താ വേണ്ടിച്ച കഴിച്ചോളെ. എന്നാ നമുക്ക് ടൗണിൽ പോയാൽ മതിയായിരുന്നു. ഇവിടെ ഒന്നുമില്ല, 4 പൊരിക്കടി 2 ഉണക്ക പൊറാട്ട അല്ലാതെ. അത് പിന്നെ പോവാ. ഇപ്പൊ എന്താ വെച്ചാ വേണ്ടേ കഴിച്ചോളെ. അതായത് സേതുവേട്ടന് വിമാനത്തിൽ കയറാനുള്ള ഭാഗ്യം ഉണ്ടായി. നമുക്ക് ആ ഭാഗ്യമൊന്നുമില്ല. എന്ത് ഭാഗ്യടോ, ഒരിക്കൽ കയറി അതിന്റെ രസം പോയി. അത് പോട്ടെ, നിങ്ങളുടെയൊക്കെ വിശേഷം പറ. അല്ലടോ, നീ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നില്ലേ? ആ, കഴിഞ്ഞ ടൈം പ്രസിഡന്റ് ആയിരുന്നു. ഇപ്പൊ അത്ര സജീവമല്ല. പാർട്ടി മീറ്റിങ്ങിനൊക്കെ പോവും. പിന്നെ പുതിയ കുട്ടികളൊക്കെ വരട്ടേന്നേ, അവർക്കൊക്കെ വഴി മാറി കൊടുക്കാം. നിങ്ങളുടെ ആ പഴയ ലൈൻ സുമിത്രനെ കാണാറുണ്ടെന്ന് കേട്ടല്ലോ. ആര് പറഞ്ഞു? അതൊക്കെ ഞാൻ അറിഞ്ഞു. അവനിപ്പോ എന്ന് നടക്കാൻ പോണ വഴിയാണ്. ഒന്ന് പോടോടുന്നു. ഇടക്കൊക്കെ കാണും, അത്ര തന്നെ. ഇവന്റെ ഭാര്യ ഫേസ്ബുക്ക് വഴി ഒരുത്തന്റെ കൂടെ ഒളിച്ചോടി പോയ വിവരം അറിഞ്ഞിരുന്ന? അതൊക്കെ ഞാൻ അപ്പളേ അറിഞ്ഞു. അവളോട് പോവന്റെ കഷ്ടകാലം. അല്ല ഞാൻ എന്ത് പറയാനാ. എല്ലാരും ഉണ്ടല്ലോ. സേതെപ്പോഴാ വന്നേ? ഞാൻ വന്നിട്ട് 3 ദിവസമായി. അനക്ക് ചാവണോ? ഇക്ക് ചാവണ്ട, ഇക്ക് ഇഞ്ഞും ജീവിക്കണം.
എണീക്കാൻ കുറച്ച് ലേറ്റായി, അതുകൊണ്ടാണ് വൈകിയത്. എന്നും കുറച്ച്, എന്നും രാവിലെ കുറച്ച് നടക്കുന്നത് നല്ലതാ. ആ, ദുബായിലാവുമ്പോൾ എന്നും കുറച്ച് നടക്കാറുണ്ട്. അതല്ലേ ഈ പിടിച്ചു നിൽക്കുന്നതിൻ്റെ രഹസ്യം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? രാവിലെ ഇങ്ങനെ കുറച്ച് നടക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. എന്നാൽ നമുക്ക് കുറച്ച് നടന്നാലോ? ഓ, നടക്കാം. ആ, എന്താ ഈ പോയ കാര്യം? പട്ടാമ്പിക്കടുത്തൊരു സ്ഥലം തെറ്റായിട്ടുണ്ട്, ഒരു സ്നേഹാലയം. വലിയ കുഴപ്പമില്ല, നമുക്കൊന്നുകൂടി അവിടെ പോകണം. ഓ, സമാധാനം. എന്താ പോണ്ടത്? അല്ല, എപ്പോൾ വേണേലും പോവാം. അച്ഛനതെങ്ങനെ അറിയിക്കും? അതോർക്കുമ്പോഴേ എൻ്റെ വിഷമം. വിഷമിക്കണ്ട, അതൊക്കെ സമയം വരുമ്പോൾ നമുക്ക് പറയാം. ആളിപ്പോൾ വീട്ടിലിരിക്കാറേ ഇല്ല, ഏത് സമയം കറങ്ങലാണ്. ഇന്ന് രാവിലെ പോയതാ, ഇതുവരെ വന്നില്ല. അച്ഛൻ ജനിച്ചു വളർന്ന നാടല്ലേ, അതിൻ്റെ സന്തോഷത്തിലായിരിക്കും. നമുക്കാണെങ്കിൽ വേറെ വഴിയുമില്ല. നമുക്ക് ഇവിടെ കുറച്ച് നേരം ഇരിക്കാം. ആ, ഇവിടെ ഇരിക്കാം. ഇതെന്താ, ചോക്ലേറ്റോ? താങ്ക്സ്. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? അറിയാം. നമ്മൾ അവസാനമായി കണ്ട ദിവസമല്ലേ? അപ്പം നിനക്ക് ഓർമ്മയുണ്ട്? പിന്നെ ഓർമ്മിക്കാതെ. എന്തൊരു ബഹളമായിരുന്നു അന്ന്. എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെ. അന്ന് എന്നെ കുറേ ഉപദ്രവിച്ചു. ആ സംഭവത്തോടെയാണ് ഞാൻ ഈ നാട് വിടുന്നതും പ്രവാസിയാവുന്നതും. പിന്നെ ഞാൻ തിരിച്ചെത്തിയപ്പോഴേക്കും നിന്റെ വിവാഹം കഴിഞ്ഞിരുന്നു. നമ്മൾ എന്ത് വിചാരിച്ചിട്ടും കാര്യമല്ല, ഒക്കെ ഒരു യോഗമാണ്. എല്ലാം നല്ലതിനാണെന്ന് വിചാരിക്കുക. സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ കുറച്ച് ദിവസമായി നല്ല സന്തോഷത്തിലാണ്. പഴയ കാലങ്ങളൊക്കെ തിരിച്ചു വന്ന പോലെ. എന്തപ്പം അങ്ങനെ തോന്നാൻ? ഒന്നും ഉണ്ടായിട്ടല്ല, കുറേ നാളായിട്ട് ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യാം. ഇപ്പോൾ ഒരു സമാധാനം. നീ പറയുന്ന പോലെ ഒന്നല്ല, അത് നമുക്ക് എല്ലാം അങ്ങനെയൊന്നും നോക്കാൻ പറ്റില്ല. കുറച്ചൊക്കെ ചില വിട്ടുവീഴ്ചയൊക്കെ ചെയ്യേണ്ടി വരും. എന്താ ഇവിടെ ഇരിക്കണേ? ഒന്നുമില്ല. ഇവരെന്താ ഇവിടെ ഇരിക്കണേ? ആ, എനിക്കറിയാം. ഞാൻ പോട്ടെ. നമ്മൾ അറിയുന്ന ആൾക്കാരാണെങ്കിൽ അതും ഇതൊക്കെ പറയും. ശരിയാ, നീ പോക്കോ. എന്നാ ശരി.
അവർ കുറേ ദിവസമായി തുടങ്ങിയിട്ടോ. നീ മറ്റാരോടൊന്നും പറയണ്ട. എന്നാ ശരി, പൊക്കോ. ശരി, കാണാം. ഹലോ, ആരാ? ഇത് ഞാനാ, ദാസനാ, അങ്ങാടിയിലുള്ള. മനസ്സിലായാ? ആ, മനസ്സിലായി മനസ്സിലായി. ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ. എന്താ ദാസേട്ടാ? നിന്റെ അച്ഛനെന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. നാട്ടുകാർ അത് ഇതൊക്കെ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞെന്ന് മാത്രം. അതിനിപ്പോ എന്തുണ്ടായി? അച്ഛൻ ഏത് സമയം ആ സുമിത്ര ചേച്ചിയുടെ പിന്നാലെയാണ്. ആൾക്കാർ പലതും പറയുന്നുണ്ട്. അച്ഛനൊന്ന് ഉപദേശിക്കുന്നത് നല്ലതാണ്. ഞാൻ പറഞ്ഞെന്ന് മാത്രം. അച്ഛൻ എവിടെ പോയതാ? ഞാനൊന്ന് പുറത്തു പോയതാ. അതൊക്കെ എനിക്കറിയാം. എന്നെ അവളിൽ നാറ്റിക്കാനാണോ അച്ഛൻ്റെ ഉദ്ദേശം? എന്താ മോനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു? പിന്നല്ലാതെ ആളുകൾ ഓരോന്ന് പറയുമ്പോൾ അറിയാതെ തൊലിഞ്ഞു പോവാണ്. ആളുകളുടെ വർത്താനം കെട്ട് തർക്കിക്കാൻ നിന്നാ പിന്നെ അതിന് നേരം ഉണ്ടാവും. അച്ഛൻ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കരുത്. അച്ഛൻ ആ സ്ത്രീയുടെ കൂടെ ജീവിക്കാൻ ആഗ്രഹമുണ്ടോ? എനിക്ക് ആരുടെ കൂടി ജീവിക്കണമെന്ന് ആഗ്രഹമില്ല. എനിക്ക് എൻ്റെ മോൻ്റെ കൂടെ ജീവിച്ചാൽ മതി. ഏയ് സാറില്ല സാറില്ല, ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞതാ. അച്ഛാ, ഞാൻ അവൻ പറഞ്ഞതിന്റെ ദേഷ്യത്തിൽ പറഞ്ഞതാ. ഈ തന്തേ മോൻ മനുഷ്യന്റെ സമാധാനം കളയാൻ വേണ്ടിട്ട്. അല്ല, എന്തിനാ അച്ഛനോട് ദേഷ്യപ്പെടാൻ പോയത്? ഞാൻ പിന്നെ അച്ഛനെ സപ്പോർട്ട് ചെയ്യണോ? നീ പറഞ്ഞത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ സമയത്ത് അച്ഛനോട് ചൂടായത് ഒട്ടും ശരിയായില്ല. അതിൽ കുറച്ചുകൂടി പ്രാക്ടിക്കലാവണം. അച്ഛനെ എങ്ങനെയെങ്കിലും സന്തോഷിപ്പിച്ച് സ്റ്റേ ഹോമിൽ ഉണ്ടാക്കണം. ഇനി അധികം സമയമില്ല. അച്ഛനെ സമ്മതിക്കണോ? എനിക്ക് ഉറപ്പില്ല. ഈ സെന്റിമെന്റ്സ് പാടില്ല. അച്ഛനെ ഇപ്പൊ തന്നെ സമ്മതിപ്പിക്കണം. നോക്കട്ടെ. അച്ഛന് ഞാൻ പറഞ്ഞത് വിഷമായോ? സോറി. ഏയ്, മോൻ പറഞ്ഞതാ സത്യം. ഞാനതത്ര കാര്യമാക്കിയിട്ടൊന്നുമില്ല. അച്ഛൻ്റെ ഭാഗത്ത് തെറ്റ് കണ്ട മക്കളെ എന്നെയാണ് ശിക്ഷിക്കേണ്ടത്. പിന്നെ അച്ഛാ, കമ്പനിയിൽ നിന്ന് വിളിച്ചിരുന്നു. ഓ, ഞങ്ങൾക്ക് ഉടനെ തന്നെ തിരിച്ചു പോകണം. ഓഹോ. അച്ഛന് ഞങ്ങളൊരു ഹോം സ്റ്റേ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ എല്ലാ സൗകര്യവും ഉണ്ട്. കുറച്ച് നാളത്തേക്ക് മതി. അപ്പോഴേക്കും ഞങ്ങൾ തിരിച്ചു വരും. ഞാനെന്ത് പറയാനാ? നിന്റെ ഓൾറെഡി തീരുമാനമല്ലേ, നടക്കട്ടെ. തിങ്കളാഴ്ച കാലത്ത് പോകണം. അച്ഛൻ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് ഞങ്ങൾ നേരെ എയർപോർട്ടിൽ പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്നാ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. കാള വാല് പൊക്കുന്നു കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായതാ ഇത് വൃദ്ധസാധനത്തിലേ അവസാനിക്കൂ. ഇന്നത്തെ കാലത്ത് ആരും വിശ്വസിക്കാൻ പറ്റില്ല, സ്വന്തം മക്കളെ പോലും. ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവൻ എൻ്റെ മകന് വേണ്ടിയാണ് ജീവിച്ചത്. ഇപ്പം അവർക്ക് അവരുടെ കാര്യമാണ് വലുത്. നീ നിന്റെ സ്വത്തൊന്നും എഴുതി കൊടുത്തിട്ടില്ലല്ലോ. ഇല്ലല്ലോ. അത് നല്ല കാലം. ഒരു തത്തേനെ പിടിച്ച് സ്വർണ്ണക്കൂട്ടിൽ അടച്ചിട്ടോ വല്ല കാര്യമുണ്ട്? അതിനെന്ത് സ്വാതന്ത്ര്യമുള്ളത്? നീ ധൈര്യമായി ഇരിക്കി, നമുക്ക് വഴിയുണ്ടാക്കാം. യാത്രയായി വെയിലൊളി നീളുമൻ നിഴലിനെ കാത്തു നീ നിൽക്കയോ സന്ധ്യയായോ മനെ.
അച്ഛൻ ഇവിടെ ഒരു കുറവ് വരുത്തരുത്. ശരി സാർ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ഓക്കെ സാർ. ഞാൻ മാനേജറോട് വിവരമൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാ ശരി, പോട്ടെ. ഫ്ലൈറ്റ് മിസ്സാവും. വാ. ആ എനിക്ക് പേടിയാവുന്നു. മക്കള് വല്ല പ്രശ്നം ഉണ്ടാക്കുമോ? അവരോട് പോയി പണിയാക്കാൻ പറ. ഇനിയുള്ള കാലം നമുക്ക് ഒരുമിച്ച് ജീവിക്കാം. ഒന്ന് ചിരിക്കടോ.